ഹലോ. ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERP-യിൽ ഒരു വാൻ ട്രാൻസ്ഫർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് തന്നെ നമ്മൾ മാസ്റ്ററിൽ വരെ മാസ്റ്ററിൽ നമുക്ക് വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ വാൻ ട്രാൻസ്ഫറിൽ പോവാം. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി പുതിയൊരു ട്രാൻസ്ഫറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ന്യൂവിൽ പോവാം. അതിനുശേഷം ഇവിടെ ഡേറ്റ് കൊടുക്കുക. പിന്നെ നമുക്ക് ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ വെയർഹൗസ് എന്നാണ് ഷോപ്പ് എന്നാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടു എന്ന് പറയുമ്പോൾ ഏത് വാൻ ആണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഐറ്റംസ് നമുക്കൊന്നില്ലെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അതല്ലെങ്കിൽ മാനുവലായിട്ട് നമുക്ക് ഐറ്റം നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഞാനിവിടെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്വാണ്ടിറ്റി എത്രയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് കൊടുക്കുക, ഏതൊരു യൂണിറ്റിലാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഡിഫോൾട്ടായിട്ട് പർച്ചേസ് റേറ്റിൽ വേണോ സെയിൽസ് റേറ്റിലാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഐറ്റം കോസ്റ്റ് അതുപോലെ തന്നെ മാർജിൻ നമ്മൾ ഏതാണ് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ബിൽ വൈസ് മാർജിൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് റേറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു പ്ലസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നമ്മൾ ലിസ്റ്റിലേക്ക് ആഡ് ആയിക്കോളും. അതിനുശേഷം ഒന്ന് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാൻ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവും. ഇനി നമുക്കിവിടെ വേറൊരു ഓപ്ഷൻ കാണാം, കോപ്പി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് ഒരു ട്രാൻസ്ഫർ ഐ ഡി ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ന്യൂവിൽ പോയിട്ട് ഈ ഒരു കോപ്പി ട്രാൻസ്ഫറിൽ പോയിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് സെയിം പ്രോഡക്ട്സ് തന്നെയാണ് അഗെയിൻ ഒന്നുകൂടി ട്രാൻസ്ഫർ ചെയ്യേണ്ട, അല്ലെങ്കിൽ വേറൊരു വാനിലേക്ക് ഇതേ സെയിം പ്രൊഡക്ട്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഇങ്ങനെ എൻ്റർ ചെയ്തെടുക്കുന്നതിന് പകരം ഈ ഒരു ട്രാൻസ്ഫർ ഐ ഡി കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെയിം പ്രൊഡക്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഇതിൽ ജസ്റ്റ് ക്വാണ്ടിറ്റീസും കാര്യങ്ങളും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇതൊന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം ഇവിടുന്ന് വാൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക, ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നമുക്ക് വാൻ ട്രാൻസ്ഫറിൽ വരുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ട് ഫ്രം പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമ്പോർട്ട് ഫ്രം പർച്ചേസ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ലിസ്റ്റിൽ പോയിട്ട് ഏതൊരു പർച്ചേസിലെ ഐറ്റംസ് ആണോ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ഒരു പർച്ചേസിൻ്റെ റെഫറൻസ് നമ്പർ ഒന്ന് ഇവിടെ നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് നമ്പർ ഒന്ന് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം ആ ഒരു പർച്ചേസ് ബില്ലിലുള്ള ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇനി ഇപ്പോൾ നമുക്ക് ആ ബില്ലില്ലാത്ത ഏതെങ്കിലും പ്രൊഡക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടുന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബാർകോഡ് വെച്ചിട്ടോ ഐറ്റം നെയിം വെച്ചിട്ടോ സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം വാന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫർ നമ്മുടെ കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് ഇവിടെ തന്നെ വാൻ ട്രാൻസ്ഫർ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പം നമ്മളുടെ വാൻ സെയിൽസ്മാൻ റൂട്ടിൽ പോകുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വാൻ ആപ്പിൽ നിന്ന് തന്നെ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഈ ഒരു ലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റാറ്റസ് ട്രാൻസ്ഫർ എന്ന് കാണാം, അല്ലാതെ പെൻഡിങ് ആയിട്ടുള്ളത് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും പ്രിവ്യൂ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രാൻസ്ഫർ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ട്രാൻസ്ഫർ വോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ വോയിഡിൽ പോവുക, ഏതൊരു ട്രാൻസ്ഫർ ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത് ആ ഒരു ട്രാൻസ്ഫർ ഐ ഡി നമുക്ക് ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വാൻ ട്രാൻസ്ഫർ ഐ ഡി കൊടുത്തിട്ട് അപ്പോൾ അതിലെ ലിസ്റ്റിലെ ഐറ്റംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഇത് വോയിഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം വോയിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് സെക്ഷനിലൊന്ന് പോവാം. അപ്പോൾ റിപ്പോർട്ട്സിൽ പോവാം. അതിനുശേഷം ഇവിടെ വാൻ എന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ വാൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ റിപ്പോർട്ട്സും നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ വാൻ ട്രാൻസ്ഫർ ഐറ്റത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ വാൻ വൈസ് ഉള്ള റിപ്പോർട്ട്സ് നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഏതൊരു വാനിലേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്തത് കാണേണ്ടത് ആ ഒരു വാൻ എനിക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിങ്ങനെ ഡാറ്റാസ് ഫിൽറ്റർ ചെയ്തിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ ഐറ്റംസ് എത്ര എണ്ണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, എത്ര ക്വാണ്ടിറ്റി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ കാറ്റഗറീസ് ഉള്ള പ്രോഡക്ട്സ് ആണ്, ടോട്ടൽ എമൗണ്ട് അത് എത്ര വരുന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്രയാണ് നമുക്ക് വാൻ ട്രാൻസ്ഫറിൻ്റെ കേസിൽ വരുമ്പോൾ പറയാനുള്ളത്.